Welcome back students. I am Deshma Anish, Computer Faculty, Talent Infosys ബാലരാമപുരം. ടാലന്റ് ഇൻഫോസിസ് ഒരുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ മെയിൻ ഫംഗ്ഷൻസ് നമുക്ക് ഇന്ന് പഠിക്കാം. അതിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ. ഒരു അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആവറേജ് ഫൈൻഡ് ചെയ്യുന്നത്, അതായത് ഡാറ്റ മെനുവിലെ ഫംഗ്ഷൻ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യാം എന്നതിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്തതായി നമുക്ക് എക്സലിലെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. ആവറേജ്, മാക്സിമം, മിനിമം, സം, പ്രോഡക്റ്റ്, കോഷ്യന്റ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഹോം ടാബിലാണ് ഓട്ടോ സം ഓപ്ഷൻ, ഡ്രോപ്പ് ഡൗണിൽ തന്നെ നമുക്ക് സം, ആവറേജ്, കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഈ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഫോർമുല മെനുവിലുണ്ട്. ഫോർമുല ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫോർമുല ടാബിന്റെ റിബൺ ഡിസ്പ്ലേ ആവും. ഇവിടെ ലുക്ക്, ഓട്ടോ സം, ആ വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് യൂസ്ഡ് ഫംഗ്ഷൻസ്, നമ്മൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത ഫംഗ്ഷൻസ് എല്ലാം ഈ റീസെന്റ് യൂസ്ഡ് ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം ഫിനാൻഷ്യൽ ഉണ്ട്, ലോജിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, ഡേറ്റ് ആൻഡ് ടൈം, ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, മാത്സ് ആൻഡ് ട്രിക്ക്, മോർ ഫംഗ്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ ലൈബ്രറിയിലുണ്ട്. ഇതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. When you click the insert function button, Excel displays the insert function dialog box. ഇപ്പോൾ ഇൻസേർട്ട് ഫംഗ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷന്റെ ഒരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ആകും. You can then use its options to find and select the functions that you want to use and to define the argument or arguments that the function requires in order to perform its calculation. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കിതിൽ ഏത് ഫംഗ്ഷനാണ് നമുക്ക് വേണ്ടത് ആ ഫംഗ്ഷൻ സെലക്ഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ്, ഓരോ ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അതിന്റെ ആ ഒരു ഡെഫിനിഷൻ, ആ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്തത്, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു നോട്ട് ആ ബിലോ ദ ബോക്സ്, ആ ബോക്സിന് താഴെയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ABS എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ABSന്റെ സിന്റാക്സ് ആണ് ഈ കാണിക്കുന്നത്. ABS നമ്പർ. What is the use of ABS function? Returns the absolute value of a number without its sign. അതായത് ഒരു അബ്സല്യൂട്ട് വാല്യൂ മാത്രം നമുക്ക് ഷോ ചെയ്യും, ഒരു നമ്പറിന്റെ സൈൻ ഇല്ലാതെ. അതിനാണ് ABS ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ മാത്സ് ആൻഡ് ട്രിക്കിലാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൾ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സലിലുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്കിവിടെ ഒറ്റ സ്റ്റെപ്പിൽ ഒരു ബോക്സിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് ഫംഗ്ഷൻ വേണോ സെലക്ഷൻ ചെയ്യാം. അതിന്റെ നോട്ട് നമുക്ക് ഇവിടെ കാണിക്കും. സ്ക്രോൾ ബാർ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷൻസ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒന്നുകിൽ നമുക്ക് മൗസിന്റെ സ്ക്രോൾ വീൽ യൂസ് ചെയ്ത് സ്ക്രോൾ ചെയ്യാം. അതർവൈസ് നമുക്ക് ഈ സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻസ് സെലക്ഷൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന്റെ ഫസ്റ്റ് ലെറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ ഇപ്പൊ C ആണെങ്കിൽ C കൊടുക്കാം, B ആണോ D ആണോ അത് കൊടുക്കുമ്പോൾ ആ ഒരു ലെറ്റർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് നോക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ആണ്, ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ. ABS റിട്ടേൺസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. ABS ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്തത്, ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഷോ ചെയ്യാനായിട്ട്. വിത്തൗട്ട് ഇറ്റ് സൈൻ, അതിന്റെ ആ ഒരു നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് നമ്പർ മാത്രം എന്ത് ചെയ്യും, ഷോ ചെയ്യും. അപ്പൊ നമുക്ക് ഈ സിന്റാക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ ഈക്വൽ ടു ABS കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഫംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. then എന്ത് കൊടുക്കണം, ഏത് സെല്ലാണോ ആ സെല്ല് സെലക്ഷൻ ചെയ്ത് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കണ്ടോ, -9 എന്നുള്ളത് 19 എന്നുള്ളത് 19 എന്നായി. ഇനി നമുക്ക് അല്ലാതെ തന്നെ ഫുള്ള് സെലക്ഷൻ ചെയ്യാതെ തന്നെ ABS ഒന്ന് കൊടുത്ത് ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് സെൽ അഡ്രസ് E3 എന്ത് കൊടുക്കാം, നമുക്ക് E3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻറ്റർ കൊടുത്താലും നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കിട്ടും. ഇനി ഫംഗ്ഷന്റെ ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ അബ്സല്യൂട്ട് വാല്യൂ കാണാം. ഫസ്റ്റ് നമുക്ക് ആൻസർ എവിടെയാണോ ഷോ ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. നമുക്ക് ആൻസർ എവിടെയാണോ ഷോ ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക.
ദെൻ ഫോർമുല ടാബിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫംഗ്ഷനിൽ ഫസ്റ്റ് ഇവിടെ ABS കിടപ്പുണ്ട്. അപ്പൊ ABS ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പൊ ABS എന്തിനാണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ വിത്തൗട്ട് ഇറ്റ് സൈൻ. ഞാൻ ഓക്കെ കൊടുത്തു. ലോക്ക് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഏത് നമ്പർ ആണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. E3. ഇപ്പൊ E3യിലെ കണ്ടന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് -19. അതിന്റെ അബ്സല്യൂട്ട് 19. ഫോർമുല റിസൾട്ട് 19. കേട്ടോ. നമ്പർ ഈസ് ദ റിയൽ നമ്പർ ഫോർ വിച്ച് യു വാണ്ട് ദ അബ്സല്യൂട്ട് വാല്യൂ. നമ്പർ എന്ന് പറയുമ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ ഫോർ വിച്ച് യു വാണ്ട് ദ അബ്സല്യൂട്ട്. നമുക്ക് ഏത് വാല്യൂയുടെ അബ്സല്യൂട്ട് വാല്യൂ ആണോ കാണേണ്ടത്, ഏത് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണോ കാണേണ്ടത്, ആ നമ്പറാണ് നമ്മൾ ഈ നമ്പർ കോളത്തിൽ ആ നമ്പറിന്റെ സെൽ റെഫറൻസ് ഇവിടെ കൊടുക്കുക. E3. ദെൻ ഓക്കെ. ആൻസർ നമുക്ക് കിട്ടി. ഇനി സെയിം ആൻസർ ആണ് നമുക്ക് ബാക്കിയുള്ള സെല്ലിലും വേണ്ടത്. അതേ ഫോർമുലയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടുത്തെ ഫോർമുല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല ബാറിൽ നോക്കുമ്പോൾ അറിയാം. അതായത് ഞാനിവിടെ കൊടുത്തത് എന്താണ്? E3. E3യിലുള്ള അബ്സല്യൂട്ട് ABS E3. ഇവിടെ വരുമ്പോഴും എന്താണ്? E4 ആണ്. അപ്പൊ ഫോർമുല എന്താവും? ഞാൻ ഇവിടെ ഫോർമുല കൊടുക്കുമ്പോഴത്തേക്കും E3 എന്നുള്ളത് എന്താവും? E4 ആകും. എക്സാമിന് 1 വേർഡിനൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പോ സപ്പോസ് E3യിൽ കൊടുക്കുന്ന ഒരു ഫോർമുല E4ൽ വരുമ്പോഴത്തേക്കും ആ ഫോർമുല എങ്ങനെ മാറും? അപ്പൊ എന്തായി? ഞാനിപ്പോ ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്യുകയാണ്. ലോക്ക് ABS E4 ആയി. അടുത്ത് E5ലെ നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് കാണേണ്ടതെങ്കിൽ അവിടുത്തെ ഫോർമുല എന്തായി മാറും? ABS E5. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ നമ്പർ അവിടെ മാറുന്നുണ്ട്. then ഞാൻ താഴോട്ട് ഇതിനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇവിടെ 0 കാണിക്കുന്നു. ബിക്കോസ് ഞാനിവിടെ നമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഞാനിവിടെ നമ്പർ കൊടുക്കുകയാണ് മൈനസ്. ലോക്ക് കണ്ടോ? അപ്പൊ ഒരു ഫോർമുല നമ്മൾ അടുത്ത സെല്ലിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സെല്ലിന്റെ അഡ്രസ്സ് മാറിയിട്ട് അടുത്ത സെല്ലിന്റെ അഡ്രസ്സ് ആയിരിക്കും അവിടെ ഷോ ചെയ്യുന്നത്. കണ്ടോ? E6 ഇവിടെ വരുമ്പോ E7 E8 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ സൈൻ മാറ്റിയിട്ട് ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാനാണ് ABS ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് ഫംഗ്ഷൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആൻഡ് ഫംഗ്ഷൻ? ആൻഡ് ഫംഗ്ഷൻ ചെക്ക് വെദർ ഓൾ ആർഗ്യുമെന്റ്സ് ആർ ട്രൂ ആൻഡ് റിട്ടേൺ ട്രൂ ഇഫ് ഓൾ ആർഗ്യുമെന്റ്സ് ആർ ട്രൂ. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം ട്രൂ ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് കൊടുക്കാം. ഓരോ സെല്ലിലും നമുക്ക് സെപ്പറേറ്റ് ആർഗ്യുമെന്റ്സ് അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് മാത്രമായിരിക്കും. വേറെ ആൻസേഴ്സ് ഒന്നും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. ഫോർമുലാസിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് ഞാനിവിടെ കഴ്സർ എനിക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്തിട്ടാണ് പോയത്. ഞാൻ എവറി ഫംഗ്ഷൻ സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഈക്വൽ ടു സൈൻ. സോ ഞാൻ ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ഈക്വൽ ടു സൈൻ വരുന്നുണ്ട്. ദെൻ ഞാൻ ആൻഡ് ഫംഗ്ഷൻ സെലക്ഷൻ ചെയ്യുകയാണ്. ഇവിടെ ആൻഡ് ഫംഗ്ഷൻ എടുത്തു, ഓക്കെ കൊടുത്തു. ലോജിക്കൽ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോജിക്കൽ 1 2 ആർ 1 to 255 കണ്ടീഷൻസ് you want to test that can be either true or false and can be logical values, arrays or reference. അതായത് ലോജിക്കൽ 1 2 എന്ന് പറയുന്നിടത്ത് നമുക്ക് 1 to 255 കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത്രയും കണ്ടീഷൻസ് അവിടെ കൊടുക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള റിസൾട്ട് ഷോ ചെയ്യും. ഞാനിവിടെ 18 എന്നെഴുതിയിരിക്കുന്ന സെല്ല് സെലക്ഷൻ ചെയ്തു. ദെൻ കണ്ടീഷൻ കൊടുക്കുന്നു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഞാൻ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ ആൻസർ എന്താണ്? ഫാൾസ് ആണ്. സോ ഇവിടെ ഫാൾസ് കാണിക്കുന്നു. ദെൻ അടുത്ത ടാബ് കൊടുത്താൽ നമുക്ക് അടുത്ത കോളത്തിലോട്ട് പോകാം. ടാബ് കൊടുത്തിട്ട് ഞാൻ അടുത്ത സെല്ല് സെലക്ഷൻ ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാനിവിടെ 20 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? 45 20യേക്കാളും വലുതാണ്. സോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദെൻ ടാബ് കൊടുത്തു. നെക്സ്റ്റ് സെല്ല് ഞാൻ സെലക്ഷൻ ചെയ്തു. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ദെൻ ടാബ് കൊടുത്തു. നെക്സ്റ്റ് സെല്ല് സെലക്ഷൻ ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20.
ഞാൻ എല്ലായിടും ഒരേ കണ്ടീഷൻ, എനിക്കിനി വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻ കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ അടുത്ത് ടാബ് കൊടുത്തിട്ട് അടുത്ത സെല്ല് സെലക്ഷൻ ചെയ്യുകയാണ്. എനിക്ക് ഇവിടെ F6 വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാൻ 20 കൊടുത്തു. 20 കൊടുത്തപ്പോൾ അവിടെ ട്രൂ ആണ്, കാരണം 48 അല്ലേ. ഞാനിവിടെ 50 കൊടുക്കുകയാണ്. അപ്പോൾ ആൻസർ എന്തായി? ഫോൾസ് ആയി. അപ്പൊ ഞാൻ കൊടുക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ മാത്രമേ എനിക്ക് റിസൾട്ട് ട്രൂ കിട്ടൂ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോകുന്നെങ്കിൽ, അതിലേക്ക് ഒന്നിൽ കൂടുതൽ തെറ്റിയാൽ എനിക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? ഫാൾസ് എന്നായിരിക്കും. ഞാൻ ഓക്കെ കൊടുത്തു. ലുക്ക്, ആൻസർ ഫാൾസ്. എനിക്ക് ഇതേ ഫോർമുല തന്നെ അടുത്ത സെല്ലിലോട്ടും കോപ്പി ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യാം? ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഇവിടെ ഞാനിവിടെ നമ്പർ ചേഞ്ച് ചെയ്തു, 50 കൊടുത്തു. അതുപോലെ ഞാനിവിടെ 48 മാറ്റിയിട്ട് 80 കൊടുത്തു. ലുക്ക്, ഞാൻ ആ നമ്പർ ചേഞ്ച് ചെയ്തപ്പോൾ ആ ഫോർമുലയ്ക്ക് അനുസരിച്ച് ഞാൻ കൊടുത്ത കണ്ടീഷൻ അനുസരിച്ചിട്ട് ആർഗ്യുമെന്റ് കറക്റ്റ് ആയി. സോ എനിക്ക് റിസൾട്ട് എന്ത് കാണിക്കുന്നു? ട്രൂ എന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ സെല്ലിലും ഡിഫറൻസ് ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ട് ഫൈനൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്നൊരു റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ടാണ് ആൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ട്രൂ കൊടുക്കുകയാണ്, TR ട്രൂ. ഇവിടെ എന്ത് കൊടുക്കുന്നു? ഫാൾസ്. ഇവിടെ ഞാൻ 16 കൊടുക്കുന്നു, ഇവിടെ ഞാൻ 9 കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ആൻഡ് ഫംഗ്ഷൻ നോക്കുകയാണ്. ഈസ് ഈക്വൽ ടു ആൻഡ്, ഇവിടെ ആൻഡ് ഫംഗ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ആ ട്രൂ ഓർ ഫാൾസ് എന്നുള്ളത് സെലക്ഷൻ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു ട്രൂ ഒരു ഫാൾസും വന്നു. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഫാൾസ്. അടുത്ത് ഞാൻ ഈസ് ഈക്വൽ ടു ആൻഡ് ഫംഗ്ഷൻ എടുത്തു. ഞാൻ ഈ നമ്പേഴ്സ് സെലക്ഷൻ ചെയ്തു. ഇവിടെ എന്താണ്? 16, 19 രണ്ട് കോളത്തിൽ 2 നമ്പേഴ്സ് ആണ്. ഞാൻ സ്പെഷ്യൽ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് ഡിസ്പ്ലേ ആവുന്നു? ട്രൂ. എനിക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻസേർട്ട് ഫംഗ്ഷൻ എടുത്തിട്ട് ഇവിടെ എന്ത് കൊടുക്കാം? 16. ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ട് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് എടുത്ത് ഞാൻ 16 കൊടുത്തു. ഗ്രേറ്റർ ദാൻ 15 ആണെങ്കിൽ ട്രൂ. ദെൻ അടുത്തത് 6 ആണ്. നെക്സ്റ്റ് അടുത്ത സെല്ല് സെലക്ഷൻ ചെയ്തു. ഞാൻ ഗ്രേറ്റർ ദാൻ 15 എന്ന് കൊടുത്താൽ അവിടെ ആൻസർ ഫാൾസ് ആവും. ഞാനിവിടെ ഗ്രേറ്റർ ദാൻ എന്ത് കൊടുക്കുന്നു? 8 കൊടുക്കുന്നു. അപ്പൊ അതും എന്താവും? ട്രൂ ആയി. ഓക്കെ, എനിക്ക് ആൻസർ ട്രൂ കിട്ടും. അപ്പൊ എനിക്ക് ഓരോ സെല്ലിലും ഏത് കണ്ടീഷൻ വേണോ അപ്ലൈ ചെയ്യാം, അതനുസരിച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആവറേജ്. ആവറേജ് നമ്മൾ ആവറേജ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഹോം ടാബിലെ ആവറേജ് ഫംഗ്ഷൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഇൻസേർട്ട് ഫംഗ്ഷനിൽ എങ്ങനെ ആവറേജ് കാണാൻ നോക്കാം. ഫസ്റ്റ് കഴ്സർ പ്ലേസ് ചെയ്യുക. എവിടെയാണ് നമുക്ക് റിസൾട്ട് വേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. ദെൻ ഫോർമുലാസിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്? ആവറേജ് അല്ലേ. സോ മൗസ് സ്ക്രോൾ ചെയ്തിട്ട് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ആവറേജ് returns the average of its arguments which can be number or names, arrays or reference that contain numbers. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് റിട്ടേൺസ് ദ ആവറേജ് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെന്റ്സ്. നമുക്കൊരു കുറച്ച് ആർഗ്യുമെന്റിന്റെ ആവറേജ് ശരാശരി കാണണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആവറേജ്. വിച്ച് ക്യാൻ ബി നമ്പേഴ്സ് ഓർ നെയിംസ്, അറേസ് ഓർ റെഫറൻസ് ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ്. അതായത് നമ്പേഴ്സ് ഉള്ള കുറച്ച് സെല്ലിന്റെ നെയിംസോ അല്ലെങ്കിൽ ഒരു റെഫറൻസോ നമുക്ക് എവിടെ കൊടുക്കാം? ഈ ഒരു ആവറേജിൽ കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുത്തു. ലുക്ക്, നമ്പർ 1ന്റെ അവിടെ എനിക്ക് എന്ത് കൊടുക്കാം? നമ്പർ 1 എന്ന് പറയുമ്പോൾ ലുക്ക് A7 ആണ്. അടുത്ത നമ്പർ 2 എനിക്ക് ടാബ് കൊടുത്തിട്ട് എന്ത് കൊടുക്കാം? നമ്പർ 2 കൊടുക്കാം. ഇതുപോലെ എനിക്ക് ടാബ് കൊടുത്ത് ചെയ്യാം. ഇനി എനിക്ക് തുടർച്ചയായിട്ട് വരുന്ന ആ ഒരു സെറ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കണമെന്നില്ല. നമുക്ക് ഈ ആവറേജ് കാണാനായിട്ട് ഞാൻ ആ A7ന്റെ അവിടെ എന്ത് ചെയ്യണ്? ഈ A7 തൊട്ട് ഞാൻ ഇവിടം വരെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ്? ആവറേജ് കിട്ടും. ഞാൻ ഓക്കെ കൊടുത്തു. ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ 74.85714. എനിക്ക് ആ ഡിജിറ്റലിന്റെ ഡെസിമൽ പ്ലേസ് നീക്കണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് 2 ഡെസിമൽ പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് കാണാനായിട്ട് സാധിക്കും. അതർവൈസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട്
എനിക്കിപ്പോൾ ആവറേജ് കാണണം. ഈ നമ്പേഴ്സിന്റെ അല്ല ആവറേജ്. എനിക്ക് 75, 48, 79 ഈ 3 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. എങ്കിൽ എന്ത് ചെയ്യാം? ഞാനിവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ഫോർമുലാസ് എടുത്തു, ഇൻസേർട്ട് ഫംഗ്ഷൻ എടുത്തു, അതിൽ ആവറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഈ നമ്പർ 1 ഞാൻ 75 കൊടുത്തു. അപ്പോൾ A7. അടുത്ത് ടാബ് കൊടുത്തിട്ട് നമ്പർ 2 ഞാൻ 48 കൊടുത്തു. അപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ ഉള്ള കുറച്ച് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. ദെൻ നെക്സ്റ്റ് ടാബ് കൊടുത്തിട്ട് എന്താണ് 79 എടുത്തു. അപ്പൊ ഇത്രയും നമ്പേഴ്സിന്റെ ആവറേജ് മതി. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആവറേജ് ഇവിടെ കാണും. ഇനി നമുക്ക് ഡൗട്ടാണ്, ഈ ആവറേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സിന്റെ ആവറേജ് ആണ്? ഫോർമുല ബാറിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും A7, B8, C9. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെയാണ്. ഇപ്പൊ ഇനി ഇവിടെ A7, B8, C9 ഈ ഫോർമുല ഞാൻ അടുത്ത സെല്ലിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ ആ സെൽ അഡ്രസ് എങ്ങനെ മാറും? ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒരു സെല്ലിലെ ഫോർമുല അടുത്ത് A1 B1 ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഫോർമുല എങ്ങനെയാവുമെന്ന് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഞാൻ ഡ്രാഗ് ചെയ്യുകയാണ്. ലോക്ക് ഇവിടെ എന്തായിരുന്നു? A7, B8, C9. ഇവിടെ വരുമ്പോ എന്താവും? A8, B9, C10. കണ്ടോ? ഇവിടെ വന്നപ്പോ A7, B8, C9. ഇവിടെ വന്നപ്പോ അതുപോലെ ഒരെണ്ണം കൂടി. ഇവിടെ എന്ത് വരും? ഇവിടെ ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനത്തെ 3 നമ്പേഴ്സ് ആയിരിക്കും അടുത്ത സെല്ല് വരുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഒരുമിച്ച് സെലക്ഷൻ ചെയ്ത് ആവറേജ് കാണാം. അതർവൈസ് എനിക്ക് എന്താണ്, ഏതിന്റെ ആവറേജ് ആണോ കാണേണ്ടത് ആ ആവറേജ് മാത്രം എന്ത് ചെയ്ത് കൊടുത്താൽ മതി? സെലക്ഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇൻസേർട്ട് ഫംഗ്ഷൻ എടുത്തു, ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുകയാണ്. ആവറേജ് എടുത്തു. എനിക്ക് എല്ലാ നമ്പേഴ്സിന്റെ ആവറേജ് കാണണമെങ്കിൽ എന്ത് കൊടുക്കാം? ഓക്കെ കൊടുത്തിട്ട് സെൽ റേഞ്ചിന്റെ അവിടെ ഞാൻ ഫുള്ള് സെലക്ഷൻ ചെയ്ത് കൊടുത്തു. G9 വരെ ഓക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അത്രയും നമ്പേഴ്സിന്റെ ആവറേജ്, ഒരു ശരാശരി മാർക്ക് എന്നുള്ളത് എനിക്കിവിടെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈനറി ടു ഡെസിമൽ. അതായത് ഞാൻ കുറച്ച് ബൈനറി നമ്പേഴ്സ് കൂടെ ടൈപ്പ് ചെയ്തിട്ടിരുന്നാൽ അതിനെ എനിക്ക് ഡെസിമലിലോട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യാം? ഞാനിവിടെ കുറച്ച് ബൈനറി നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിടുകയാണ്. എന്നിട്ട് ഞാനിവിടെ ബൈനറി നമ്പേഴ്സ് കൊടുക്കുകയാണ്. ബൈനറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ 10 ഇത്രയും ഡിജിറ്റ്സ് മാത്രമേ കാണൂ. അത് ഏത് രീതിക്ക് വേണോ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബൈനറി നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ ഡെസിമൽ നമ്പർ എനിക്ക് കാണണം. അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് BIN to DEC. ഇപ്പോൾ സിൻടാക്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് EC=BIN ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. സെലക്ഷൻ ചെയ്യുക, നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ക്ലോസിംഗ് ബ്രാക്കറ്റ്, എൻ്റർ. 40 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി നമ്പറാണ് 101000. ഇനി ഇതിപ്പോ ഏത് ആണ്? ബൈനറി BIN to DC A6. ഇനി എനിക്ക് A7 വരുമ്പോൾ അവിടുത്തെ ഫോർമുല എന്തായി മാറും? ഞാൻ ഈ ഫോർമുല കോപ്പി ചെയ്ത് ഇവിടെ വന്നാൽ ആ ഫോർമുല എന്താവും? BIN to DEC A7. അടുത്ത് A8 വന്നാലോ അത് A8 ആവും. കണ്ടോ? ഓക്കെ, അപ്പൊ എനിക്ക് ഏത് ബൈനറി നമ്പറിനെ വേണമെങ്കിലും ഡെസിമലിലോട്ട് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് BIN to DEC. ഇനി നമുക്ക് ഫംഗ്ഷൻ, ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കഴ്സർ പ്ലേസ് ചെയ്തിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് B കൊടുക്കാം. B കൊടുക്കുമ്പോഴത്തേക്കും Bയിൽ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലോട്ട് പോവും. അതിൽ ഞാൻ എന്താ സെലക്ഷൻ ചെയ്തത്? BIN to DEC, കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഡെസിമൽ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ എന്ന് പറയും. നമ്പർ ഈസ് ദ ബൈനറി നമ്പർ യു വാണ്ട് ടു കൺവേർട്ട്. നമ്പറിന്റെ അവിടെ കൊടുക്കേണ്ട എന്താണ്? നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വെച്ചേക്കുന്ന ബൈനറി നമ്പറിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ലുക്ക്, അപ്പൊ നമുക്ക് 2 രീതിയിലും ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സിൻടാക്സ് പഠിച്ചു വെച്ച് സിൻടാക്സ് ഉപയോഗിച്ച് ചെയ്യാം. അതർവൈസ് നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഏത് ബൈനറി നമ്പറിനെ വേണമെങ്കിലും നമുക്ക് ഡെസിമലിലോട്ട് ആക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ ബൈനറി നമ്പർ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് എന്ത് കൊടുക്കാം, ടാബ് കൊടുത്തിട്ട് കണ്ടോ, ഈ ഒരു സെല്ലിനേക്കാളും നമ്പേഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഡ്രാഗ് ചെയ്യാം. ഞാനിനി ആ നമ്പറിനെ ഒന്ന് ഇവിടെ കൊടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു ഫോർമുല ബാറിൽ കാണിക്കുന്നത് 1010. ഞാനത് സെലക്ഷൻ ചെയ്തിട്ട് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ ജനറലിന്റെ അവിടെ നമ്പർ കൊടുക്കുകയാണ്. ഡെസിമൽ പ്ലേസ് മാറ്റിയാണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഞാൻ കഴ്സർ ഇവിടെ പ്ലേസ് ചെയ്തു. ഞാൻ സിന്റാക്സ് കൊടുക്കുകയാണ് BIN2DEC. ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക, നമ്പർ സെലക്ഷൻ ചെയ്യുക, ക്ലോസിംഗ് ബ്രാക്കറ്റ്, എന്റർ. BIN2DEC. F6. വെയിറ്റ്, ഞാനിത് ഇൻസേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇൻസേർട്ട് ഫംഗ്ഷൻ എടുക്കുക. എനിക്ക് BIN, ഞാൻ B സെലക്ഷൻ ചെയ്തു. ദെൻ ഓക്കെ, നമ്പർ J6 അല്ല, ഏത് സെല്ലാണെന്ന് സെലക്ഷൻ ചെയ്തു. ഓക്കെ, ഹോമില് നമ്പറിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ലെന്ത് കൂടിയത് കൊണ്ടാണ് അവിടെ എറർ കാണിച്ചത്. ഞാൻ 1010 170 ലോക്ക് 111000 481. ഇങ്ങനെ നമുക്ക് ബൈനറി നമ്പറിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം. ഇത് ഏതിന്റെ ബൈനറി നമ്പറാണ്? ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പം അതിന്റെ സ്ട്രെങ്ത് ഡിജിറ്റ് കൂടിയത് കൊണ്ടാണ് അവിടെ എറർ കാണിക്കുന്നത്. ഓക്കെ, ഡിജിറ്റ്സിന്റെ എണ്ണം കൂടിയത് കൊണ്ടാണ് അവിടെ ആ ഒരു എറർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏത് നമ്പറിനെ വേണമെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ബൈനറി ടു ഡെസിമൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തതുകൊണ്ട് എന്താണ്, എനിക്ക് ഏത് നമ്പർ ടൈപ്പ് ചെയ്താലും അതിന്റെ എന്ത് ചെയ്യും, ഡെസിമൽ പ്ലേസ് അവിടെ ഡെസിമൽ നമ്പർ ഏതാണെന്നുള്ളത് ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നന്നായിട്ട് ചെയ്ത് നോക്കുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ABS, ആഡ്, ആവറേജ്, ബൈനറി ടു ഡെസിമൽ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.